എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല മാഡം. മരവിച്ച അവസ്ഥ എനിക്ക്. എന്താ വേണോട്ടാ? എന്തോ വേണോട്ടിന് എന്നോട് പറയാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്തിനാ വേണോട്ടിന് ഇങ്ങനെ വളച്ചു കെട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ വേണോട്ടാ? എന്താ പറ്റിയേ? പറയാൻ പോകുന്ന കാര്യം പത്മാവതി മാഡത്തിന് വിഷമാവുമെന്ന് എനിക്കറിയാം. പക്ഷെ ആരുടെ ക്ഷമയോടെ ഞാൻ പറയുന്നത് കേൾക്കണം. നമ്മൾ കരുതിയ പോലെ രാജുവും ഹൃദയ മാഡവും ഭാര്യ ഭർത്താക്കന്മാരല്ലെന്ന് മാഡത്തിനറിയാലോ. അതെ. ഹൃദയ മാഡത്തിന് ദീപക് സാറിന് വിവാഹം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് രാജുവും മാഡവും ചേർന്ന് നടത്തിയ നാടകമായിരുന്നു അവർ തമ്മിലുള്ള വിവാഹം. എങ്ങനെ വേണോട്ടാ അവർക്കിതൊക്കെ ചെയ്യാൻ എങ്ങനെ ധൈര്യം വന്നേ? വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളിയാണോ? എന്ത് ധൈര്യത്തിലാ അവരെന്തോർത്തിട്ട് എങ്ങനെയൊക്കെ? എന്റെ മോള് അവളുടെ ജീവിതം സുരക്ഷിതമായൊരു കൈകളിലാണല്ലോ എന്നോർത്ത് ഞാനൊന്ന് സമാധാനിക്കാൻ തുടങ്ങിയതാ. അപ്പോഴേക്കും എന്നാലും അവര് നമ്മളെ ചതിച്ചു കളഞ്ഞല്ലോ വേണോട്ടാ. പത്മാവതി മാഡം എന്നോടും എന്റെ മകനോടും ദേഷ്യപ്പെടുമെന്നാണ് ഞാൻ കരുതിയത്. രാജുവിനോട് ശരിക്കും അന്ന് എനിക്ക് ദേഷ്യം തോന്നിയത്. എന്ത് സാഹചര്യത്തിലായാലും ഹൃദയ മാഡത്തെ വിവാഹം ചെയ്ത് അവൻ എന്നോടും എല്ലാവരോടും നുണ പറഞ്ഞ് വലിയ തെറ്റായിപ്പോയി. പക്ഷെ സത്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയപ്പോ വേണോട്ട് എന്തായി പറയുന്നേ? അപ്പൊ രാജുവും ഹൃതികയും പരസ്പരം ഇഷ്ടപ്പെടുന്നു നമ്മൾ കരുതിയത്? അതെ, അത് നുണയാണ് പത്മാവതി മാഡം. രാജുവിന്റെ മനസ്സില് ഹൃതിക മാഡം അവന്റെ യജമാനത്തിയ. പക്ഷെ ഏറ്റവും പ്രിയപ്പെട്ട വർമ്മ സാറിന്റെ മകളെ അവൻ ദൈവത്തെ പോലെ കാണുന്നു. അവർ തമ്മില് നമ്മൾ കരുത പോലെ ഇഷ്ടമില്ല. താൽക്കാലികമായ ഒരു നിലനിൽപ്പിന് വേണ്ടി അവര്. വേണോട്ടം പറയുന്ന കേട്ടിട്ട് എനിക്ക് എന്റെ തല ചുറ്റുന്ന പോലെ തോന്നുവാ. അതൊക്കെ എന്റെ മകന്റെ തെറ്റാണെന്നാണ് എനിക്ക് തോന്നണേ. ഹൃതിക മാഡത്തിന് അവനോട് ഇഷ്ടമുണ്ട്. ഹൃതിക മാഡം അവൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ അവൻ, ഞാൻ പറഞ്ഞില്ലേ, വർമ്മ സാറിന്റെ മകളെ അവന്റെ യജമാനത്തിയായേ അവൻ കാണുന്നുള്ളൂ.